വെളിപ്പാട് അധ്യായം 16. നിങ്ങൾ ചെന്ന് ദൈവക്രോധത്തിന്റെ 7 കലശങ്ങളും ഭൂമിയിലേക്കൊഴിക്കുവിൻ എന്ന് മന്ദിരത്തിൽ നിന്ന് അത്യുച്ചത്തിൽ അരുളി ചെയ്യുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഒന്നാം ദൂതൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. മൃഗത്തിന്റെ മുദ്രയുള്ളവരുടെയും അതിന്റെ പ്രതിമയെ ആരാധിക്കുന്നവരുടെയും മേൽ വല്ലാത്ത ദുഷിച്ച വ്രണങ്ങളുണ്ടായി. രണ്ടാം ദൂതൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. സമുദ്രം മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. അതിലെ സകല ജീവജാലങ്ങളും ചത്തുപോയി. മൂന്നാം ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അവയിലെ വെള്ളം രക്തമായി തീർന്നു. ജലത്തിന്മേൽ അധികാരമുള്ള ദൂതൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ആയിരിക്കുന്നവനും ആയിരുന്നവനുമായ പരിശുദ്ധ, അങ്ങവയെ ന്യായം വിധിച്ചിരിക്കയാൽ നീതിമാൻ തന്നെ. അവർ അവിടുത്തെ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചിന്തുകയാൽ തങ്ങൾ അർഹിക്കുന്നത് പോലെ അവർക്കങ്ങ് രക്തം കുടിപ്പാൻ കൊടുത്തിരിക്കുന്നുവല്ലോ. അപ്പോൾ യാഗപീഠവും ഉവ്വ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അങ്ങയുടെ വിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാലാം ദൂതൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുട്ടുകരിക്കുവാനുള്ള ശക്തി സൂര്യൻ ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തു. എങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂട്ടാക്കാതെ അവർ ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതേയില്ല. അഞ്ചാം ദൂതൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അവന്റെ രാജ്യം ഇരുണ്ടുപോയി. മനുഷ്യർ കഷ്ടതയാൽ നാവ് കടിച്ചുകൊണ്ട് തങ്ങളുടെ വ്രണങ്ങളുടെ വേദന നിമിത്തം സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് മാനസാന്തരപ്പെട്ടില്ല. ആറാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. പിന്നീട് മഹാസർപ്പത്തിന്റെയും മൃഗത്തിന്റെയും കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് തവളയെപ്പോലുള്ള 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവ സർവ്വഭൂമിയിലുമുള്ള രാജാക്കന്മാരെ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുവാൻ അവരുടെ അടുക്കലേക്ക് അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ. ഇതാ, ഞാൻ കള്ളനെപ്പോലെ വരുന്നു. തന്റെ ലജ്ജ മനുഷ്യർ കാണത്തക്കവണ്ണം നഗ്നനായി നടക്കാതിരിപ്പാൻ ഉണർന്നിരുന്ന് തന്റെ അങ്കി സൂക്ഷിച്ചുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. എബ്രായ ഭാഷയിൽ ഹർമഗെദ്ദോൻ എന്നു പേരുള്ള സ്ഥലത്ത് അവ അവരെ ഒരുമിച്ച് ചേർന്നു. ഏഴാം ദൂതൻ തന്റെ കലശം വായുമണ്ഡലത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം വിശുദ്ധ മന്ദിരത്തിലെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ മിന്നലും നാദവും ഇടിമുഴക്കവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായതു മുതൽ ഇന്നുവരെയും ഉണ്ടായിട്ടില്ലാത്തതും വലുതും ശക്തവുമായ ഒരു ഭൂകമ്പം ഉണ്ടായി. മഹാനഗരം 3 ഭാഗങ്ങളായി പിളർന്നു. ജനവർഗങ്ങളുടെ നഗരങ്ങൾ വീണുപോയി. ദൈവത്തിന്റെ മഹാക്രോധമധ്യം നിറച്ച പാനപാത്രം മഹതിയാം ബാബിലോണിന് നൽകുവാൻ വേണ്ടി ദൈവം അവളെ ഓർത്തു. എല്ലാ ദ്വീപും ഓടിപ്പോയി. മലകൾ കാണാനില്ലാതായി. ഏകദേശം 1 താലന്ത് വീതം ഭാരമുള്ള കല്ലുകൾ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ മഴയായി ചൊരിഞ്ഞു. കന്മഴയുടെ ബാധ അത്യന്തം ദുസ്സഹമായി തീരുന്നതിനാൽ മനുഷ്യർ അത് നിമിത്തം ദൈവത്തെ ദുഷിച്ചു.